നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മഹിയേട്ടൻ എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കിന്ന് ഉറങ്ങാൻ കഴിയൂ. എന്നോട് ക്ഷമിച്ചു എന്ന് പറയും മഹിയേട്ട. മഹിയേട്ട, മഹിയേട്ട പ്ലീസ് എനിക്ക് മാപ്പ് തരണം മഹിയേട്ട. മഹിയേട്ട പ്ലീസ്. ഇത്രയൊക്കെ ചെയ്തത് പോരെ നിനക്ക്? ക്ഷമിക്കാവുന്ന തെറ്റുകൾക്കാ മാപ്പ് തരേണ്ടത്. ഇതിന് നിനക്ക് മാപ്പില്ല. അത് നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. ഗതികേടിലായല്ലോ ശ്രേയ. നീ ഈ അവസ്ഥയിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ മഹിയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് എന്താ പ്രയോജനം? മഹി നിനക്ക് മാപ്പ് തന്നോ? കാല് പിടിച്ചപ്പോ മഹി നിനക്ക് ചവിട്ട് തരാത്തത് നിന്റെ ഭാഗ്യം. മാപ്പും കിട്ടിയില്ല, മഹിയുടെ തൊഴി കിട്ടിയെന്നുള്ള ഒരു പേരുദോഷം കൂടി വന്നേനെ. മഹി നിന്നോട് ഇങ്ങനെയെല്ലാം പെരുമാറിയ സ്ഥിതിക്ക് നിന്റെ കാര്യം പ്രശ്നത്തിലാവൂലോ ശ്രേയെ. ഇന്നത്തെ സംഭവം മഹിക്ക് നിന്നോട് കലിപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതിനി മഹിയുടെ മനസ്സിൽ എങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് ആർക്കറിയാം? ഇപ്പൊ തന്നെ മാളു നിന്നോട് വെറുപ്പാ. ഇതുകൂടി ആയപ്പോ മാളു നിന്നെ കൂടുതൽ വെറുക്കാനാ സാധ്യത. ഇപ്പോ മഹിക്ക് നിന്നോട് വെറുപ്പായി. ഇങ്ങനെ പോയാ നിന്റെ കല്യാണം എങ്ങനെ നടക്കും? നിന്നോട് ഞാനൊരു സത്യം പറയാം. മഹി നിന്റെ വിരലിൽ ഒരു മോതിരം ഇട്ടെന്ന് കരുതി അയാള് നിന്നെ വിവാഹം ചെയ്യണമെന്നില്ല. അത് നിന്നെ കെട്ടാമെന്ന് മഹി തന്ന ഉറപ്പുമല്ല. ഏത് സമയത്തും മഹി കാല് മാറാം. മഹിയുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞ് നിന്റെ മാനവും പോയി, മഹിയുടെ വെറുപ്പ് മാറിയതുമില്ല. ഇനി നിന്റെ കല്യാണം ഗോവിന്ദ. അപ്പോ പോട്ടെ. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് നീ അറിയുന്നുണ്ടോ ഗൗരി? എല്ലാം ഞാൻ കാണുന്നുണ്ട്. മഹിയേട്ടും കാണാത്തത് കൂടി ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഈ വീട്ടില് എനിക്കാണോ അതോ നമ്മുടെ മകൾ മാളുവിനാണോ ശത്രുക്കൾ ഉള്ളതെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നീയോ എന്നെ തനിച്ചാക്കിപ്പോയി. ജീവിക്കാനുള്ള എന്റെ ഏക പ്രതീക്ഷയാണ് മാളു. ശ്രേയയുടെ വീണ്ടു വിചാരമില്ലാത്ത പ്രവൃത്തിയാ നമ്മുടെ മകളെ അപകടത്തിന്റെ വക്കി കൊണ്ടെത്തിച്ചത്. ആ ശ്രേയ നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല. ഈ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും അല്ല അവളുടെ ലക്ഷ്യം. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ നമ്മുടെ മാളുവിന്റെ ജീവൻ തന്നെ അപകടത്തിലായനെ. തക്ക സമയത്ത് ആ ഗംഗ രക്ഷിച്ചുകൊണ്ട് നമ്മുടെ മോള് രക്ഷപ്പെട്ടു. ഇപ്പോഴാ ഞാൻ ഓർത്തത്, ആ ഗംഗയുടെ ഒരു നന്ദി വാക്ക് പോലും ഞാൻ പറഞ്ഞില്ല. ഞാൻ പോയി ഗംഗയൊന്ന് കാണട്ടെ. രേഷ്മ ശ്രേയോട് അത്രയ്ക്ക് കടുപ്പിച്ച് സംസാരിക്കേണ്ടിയിരുന്നില്ല. മാളുവിന്റെ ജീവന് തന്നെ അപകടം ഉണ്ടായേക്കാവുന്ന സംഭവത്തിൽ കട്ടക്കലിപ്പിൽ നിൽക്കുന്ന മഹിയേട്ടനെ സപ്പോർട്ട് ചെയ്യാതെ ഞാൻ പിന്നെ അവളെ സപ്പോർട്ട് ചെയ്യണമായിരുന്നോ? അത് നേരാ. എന്തോ നേര് എന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ശ്രേയയെ കുറ്റപ്പെടുത്തി സംസാരിച്ചതിലും മഹിയെ സപ്പോർട്ട് ചെയ്തതും ശരി തന്നെ. പക്ഷെ ശ്രേയയ്ക്ക് നേരെ ഉപയോഗിച്ച വാക്കുകൾ ഒന്നും മയപ്പെടുത്താമായിരുന്നു. അതും നേരാ.
ഉം. എടാ, ഈ വീട്ടിനുള്ളിൽ ശ്രേയെ നമ്മളിങ്ങനെ അഴിച്ചുവിട്ടാൽ നാളെ ഈ വീട്ടിൽ നമ്മുടെ സ്ഥിതി എന്താവും? അതെന്താ ഒന്ന് ആലോചിച്ച് നോക്കാത്തെ? അതെ അളിയാ. ദേ രേഷ്മ, ഒന്നോ രണ്ടോ അനിഷ്ട സംഭവങ്ങളുടെ പേരിൽ ഈ വീട്ടിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ബാധയല്ല ശ്രേയ. അത് കറക്റ്റ് ആളിയാ. ദേ, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തായോ? എനിക്കപ്പൊ അങ്ങനെയൊക്കെ പറയാനാ തോന്നിയത്. ഞാൻ അതങ്ങ് പറഞ്ഞു. കിട്ടിയ അവസരം മുതലെടുത്ത് രേഷ്മ ശ്രേയോടുള്ള ദേഷ്യം തീർത്തു. അത്രേ ഉള്ളൂ അളിയാ. ശ്രേയയോട് എനിക്ക് ദേഷ്യം ഇല്ലെന്നാണോ? പച്ചയ്ക്ക് കടിച്ചു തിന്നാനുള്ള ദേഷ്യം എനിക്ക് അവളോടുണ്ട്. അത് എനിക്കുമുണ്ട്. ആ, എന്ന് കരുതി നമ്മൾ അവളോട് പ്രകടമായി പ്രതികരിച്ച പിന്നെ അവള് കളി മാറ്റിപ്പിടിക്കും. അതെ, പിന്നെ ഒരു എത്തും പിടിയും കിട്ടാതെ നമ്മൾ തെക്കോട്ടും വടക്കോട്ടും ഓടേണ്ടി വരും. മഹിയുടെ ഈ ദേഷ്യം മാറ്റിയെടുക്കാനുള്ള അടവുകൾ ഇനി ഓരോന്നായി അവൾ പുറത്തെടുക്കും. അതിനുള്ള ആലോചനയൊക്കെ അവൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോഴേ ആ പദ്ധതികളൊക്കെ നടപ്പിലാക്കാനുള്ള തിരക്കിലായിരിക്കും. ആ, ശ്രേയും ആ തള്ളയും കൂടി എന്തെങ്കിലും മന്ത്രവാദവും കൂടോത്രവും ഒക്കെ നടത്തി മാളുവിന്റെയും മഹിയുടെയും മനസ്സ് മാറ്റിയ മനസ്സു മാറ്റിയാൽ മഹിയുടെയും ശ്രേയയുടെയും വിവാഹം നടക്കും. ആ, അങ്ങനെ നടന്ന നമുക്ക് കിട്ടാനുള്ള സ്വത്ത് കിട്ടണമെങ്കിൽ ശ്രേയയുടെ ഒപ്പുകൂടി വേണം. ആ കാര്യം മറക്കരുത്. അതുകൊണ്ട് ഇനിയെങ്കിലും ശ്രേയയോടൊരു മയത്തിൽ പെരുമാറിയ നമുക്ക് എല്ലാവർക്കും കൊള്ളാം. രാഹുൽ പറഞ്ഞതാ നേര്. നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം. എന്താ മഹിയേട്ടാ? ആ, ഇന്ന് തക്ക സമയത്ത് മാളുവിനെ നീ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ മോളുടെ ജീവന് തന്നെ ആപത്തുണ്ടായേനെ. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. മാളുവിന്റെ ജീവൻ ശ്രീ മഹേശ്വരൻ രക്ഷിച്ചോളും. എന്തായാലും എനിക്ക് നിന്നോട് ഒരുപാട് നന്ദിയുണ്ട്. എന്തിനാ മഹിയേട്ടാ ഇതിനൊക്കെ എന്നോട് നന്ദി പറയുന്നത്? ആ, പറയണം. പലതവണയായി നീ എന്റെ മോളെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ആ, അത് കണ്ടില്ലാന്ന് നടിച്ച് എങ്ങയോട് നന്ദി പറയാതിരിക്കാൻ എനിക്ക് കഴിയില്ല. ആ, അമ്മ പറഞ്ഞതുപോലെ ഇനി മുതല് നീ ഈ വീട്ടിലെ മറ്റു ജോലികളൊന്നും ചെയ്യണ്ട. മാളുവിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ഈ വീട്ടിൽ തന്നെ നീ നിന്നു. പറഞ്ഞു മനസ്സിലായോ? ശ്രീ മഹേശ്വര, മഹേട്ടന് എപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.